നിങ്ങൾ ഇപ്പോഴും ബൂസ്റ്റ് പോസ്റ്റ് വഴിയാണ് നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ റീച്ച് ചെയ്യാനോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ചെയ്യാനോ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഇത് വിജയിക്കാതെ എന്നുള്ളത്. ഞാനൊരു റിയൽ കേസ് സ്റ്റഡി പറയാം. ശരിക്കും നമ്മൾ ബൂസ്റ്റ് പോസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എമൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ മണി ഇങ്ങനെ ചെലവാകുന്നില്ല, അത് റിസൾട്ട്സ് കിട്ടൽ വളരെ കുറവായിരിക്കും. അതായത് നിങ്ങളൊരു സെയിൽസോ അല്ലെങ്കിൽ ഒരു കൺവേർഷനോ അല്ലെങ്കിൽ മെസ്സേജസ് ജനറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളെ ആളുകളെ ഒരു വെബ്സൈറ്റിലോട്ട് കൊണ്ടുപോകാനൊക്കെ ഈ ഓപ്ഷൻ ഉപയോഗിക്കുന്നത് വളരെ തെറ്റാണ്. കാരണം എന്ന് വെച്ചാൽ ബൂസ്റ്റ് പോസ്റ്റ് ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നത്, നമ്മൾ പേ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ലൈക്കുകൾ കിട്ടാൻ അല്ലെങ്കിൽ വ്യൂസ് അല്ലെങ്കിൽ കമന്റുകൾ കിട്ടാനൊക്കെയാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റീവ്സ്, നമ്മുടെ ഒരു ക്യാമ്പയിൻ അവയർനെസ് ആണോ അല്ലെങ്കിൽ എൻഗേജ്മെന്റ് ആണോ അല്ലെങ്കിൽ സെയിൽസ് ആണോ, ഇങ്ങനെ ഒബ്ജക്റ്റീവ്സ് കൊടുക്കുന്നതിന് വളരെ ലിമിറ്റഡ് ആണ്, അതിന്റെ ഓപ്ഷൻസ് വളരെ ലിമിറ്റഡ് ആണ്. അതുപോലെ നമ്മുടെ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യാനാണെങ്കിലും ഈ ഒരു ലൊക്കേഷനിൽ ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ജെൻഡറിലെ ഈ ഒരു ഏജിൽ നമുക്ക് കാറ്റഗറിയിലെ ആളുകളെ ഈ ഇൻട്രസ്റ്റ് ബിഹേവിയർ വെച്ചിട്ട് നമുക്ക് ടാർഗറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ ഓപ്ഷന് ബൂസ്റ്റ് പോസ്റ്റ് ചെയ്യുമ്പോൾ വളരെ ലിമിറ്റഡ് ആണ്. അപ്പൊ പല ഇന്നത്തെ കാലത്ത് ചെറിയ ചെറിയ ബിസിനസ്സുകൾ ചെയ്യുന്ന ആളുകൾ ഇതിൽ അത്യാവശ്യം എമൗണ്ട് ഇട്ടിട്ട് അതിന്ന് ജസ്റ്റ് കുറച്ച് ലൈക്ക് കിട്ടുന്നതോ അല്ലെങ്കിൽ വ്യൂവേഴ്സ് കയറുന്നതോ കണ്ടിട്ട് നമുക്ക് അവര് സന്തോഷപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഓക്കെ, നിങ്ങൾക്ക് ശരിയായിരിക്കും, നിങ്ങൾക്ക് കുറച്ച് ചിലപ്പോൾ ഒരു 1000 റുപ്പീസോ അല്ലെങ്കിൽ 500 റുപ്പീസോ ഒക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 10K അല്ലെങ്കിൽ 20K ഒക്കെ വ്യൂവേഴ്സ് സുഖമായിട്ട് കിട്ടാൻ കഴിയും. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ വ്യൂവേഴ്സ് കിട്ടിയത് കൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ? ഈ മാറ്റങ്ങൾ ഉണ്ടാകുക അല്ലെങ്കിൽ ആളുകൾ അതിനെക്കുറിച്ച് എൻക്വയറി ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ആളുകൾ അതിന് പർച്ചേസ് ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ വെബ്സൈറ്റിലോട്ട് വരുന്നുണ്ടോ? ഇതിന് ഒരിക്കലും ബൂസ്റ്റ് പോസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ ഉപയോഗിക്കരുത്. അതിന് നിങ്ങൾ ഒന്നെങ്കിലും ഒരു ഏജൻസി അല്ലെങ്കിൽ ഒരു ഫ്രീലാൻസർ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് പഠിച്ചെടുത്ത് മറ്റേ ആഡ്സ് മാനേജർ വഴി ചെയ്യുമ്പോൾ നമുക്ക് പല ഒബ്ജക്റ്റീവ്സും അവിടെ നമുക്കുണ്ട്. നമുക്കൊരു ക്യാമ്പയിൻ അവയർനെസ് മാത്രം ചെയ്യാം, നമുക്ക് ട്രാഫിക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യാം, നമുക്ക് എൻഗേജ്മെന്റ്സ്, നമുക്ക് സെയിൽസ്, ലീഡ്സ്, വാട്സപ്പ് മെസ്സേജസ്, ഇതൊക്കെ ചെയ്യാം. ഞാൻ ഇവിടെ പറയാൻ പോകുന്ന ഒരു റിയൽ കേസ് സ്റ്റഡിയാണ്. നമ്മുടെ ഒരു ബ്രാൻഡിന് വേണ്ടിയിട്ട്, ഒരു ക്ലോത്തിങ് ബ്രാൻഡ്, അവർക്ക് നമുക്ക് ഏകദേശം വെറും 1000 റുപ്പീസ് സ്പെൻഡ് ചെയ്ത് മെറ്റാ ആഡ്സ് ത്രൂ ചെയ്തിട്ട് നമ്മളൊരു 2 lakh റവന്യൂ ഏൺ ചെയ്തിരുന്നു. അവരും ഇതുപോലെ മുൻപ് ബൂസ്റ്റ് പോസ്റ്റ് ഓപ്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ അവർക്ക് ഉണ്ടായിരുന്നത് ഓഫ്ലൈൻ സെയിൽസിൽ അവർക്ക് അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ കോവിഡിന് ശേഷം അവരുടെ സെയിൽസ് വളരെ താഴോട്ടാണ്. അവർ ഹോൾസെയിൽ ആയിട്ട് മാനുഫാക്ചറിങ് ചെയ്യുന്ന, അത് സെല്ല് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. സോ ഇവർക്ക് ടോട്ടലി കേരളത്തിൽ എല്ലായിടത്തും ചെന്ന് ആളുകളോട് കണ്ട് സംസാരിച്ച് അവരെ കൺവിൻസ് ചെയ്തിട്ട് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ അവരുടെ ഹോൾസെയിൽ ആയിട്ട് അവർ ഡ്രസ്സ് എടുക്കുക എന്ന് പറഞ്ഞത് കുറച്ച് കോവിഡിന് ശേഷം വളരെ എക്സ്പെൻസീവ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്തു. മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവരെ അപ്രോച്ച് ചെയ്തപ്പോൾ അവർ പറഞ്ഞിരുന്നു, ഞങ്ങൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്തിരുന്നു, പക്ഷേ ഇതിന് റിസൾട്ട്സ് ഉണ്ടോ, ഞങ്ങൾക്ക് അത്ര വാല്യൂ കിട്ടുന്നില്ല ഇതിന്ന്. കാരണം നമ്മൾ ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് ചെയ്തിരുന്നത്. സോ ഒബ്വിയസ്ലി നമുക്ക് അറിയാൻ കഴിഞ്ഞത് അവരും ബൂസ്റ്റ് പോസ്റ്റ് ചെയ്തിരുന്നു എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് മെറ്റാ ആഡ്സ് ത്രൂ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് നമുക്ക് എന്തായാലും ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും. സോ നമ്മൾ ചെയ്തത് അവരുടെ റിലവന്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ പോകുന്ന മോഡൽസിന്റെ കുറച്ച് നല്ല രീതിയിലുള്ള ഫോട്ടോസ് നമ്മളൊരു ചെറിയൊരു മോഡൽസിന് വെച്ച്, അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡ്രസ്സ് ഒരു ഹ്യൂമനിൽ എങ്ങനെ അത് ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിയർ ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ ഉണ്ടാവും എന്ന് അറിയാൻ ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് റിയൽ പീപ്പിളിൽ യൂസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സോ നമ്മൾ റിയൽ പീപ്പിളിൽ അത് വെച്ചിട്ട് അതിന്റെ കുറച്ച് ഫോട്ടോസ് എടുത്ത് അവർ ഇൻസ്റ്റഗ്രാം പേജുകൾ ആക്റ്റീവ് ആക്കിയെടുത്തു. അപ്പൊ നമ്മൾ നല്ല രീതിയിലുള്ള ഫോട്ടോസ് ഇൻസ്റ്റഗ്രാം ആൻഡ് ഫേസ്ബുക്ക് അപ്ലോഡ് ചെയ്തതിനു ശേഷം നമ്മളൊരു 1 വീക്ക് 5 ഡേയ്സ് ആയിരുന്നു ഏകദേശം, നമുക്ക് 5 to 6 ഡേയ്സ് നമ്മളൊരു സാധാ അവയർനെസ് ക്യാമ്പയിൻ റൺ ചെയ്തു. അതിനുശേഷം നമുക്ക് ഓണം സീസൺ ആയതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് സെയിൽസ് വേണം അല്ലെങ്കിൽ കുറച്ച് എൻക്വയറീസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും പെട്ടെന്ന് എൻക്വയറീസ് ജനറേറ്റ് ചെയ്യാന്ന് പറഞ്ഞ് മാർക്കറ്റിംഗ് ചെയ്യുന്നത് വളരെ അബദ്ധമാണ്. പക്ഷെ ചില ക്ലയൻസ് നമ്മളോട് അങ്ങനെ ചോദിച്ചു ചെയ്യുമ്പോൾ നമുക്ക് ട്രൈ ചെയ്യാന്ന് പറയും. നമ്മൾ ട്രൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ അതിനുശേഷം എൻഗേജ്മെന്റ് ക്യാമ്പയിൻസ്, അതായത് ഒരു 1 വീക്ക് നമ്മൾ എൻഗേജ്മെന്റ് ക്യാമ്പയിനുകൾ റൺ ചെയ്തിരുന്നു. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു ഒരു പകുതി ആയപ്പോൾ അത് നമ്മൾ വാട്സപ്പ്, അതായത് വാട്സപ്പിലോട്ട് നേരിട്ട് മെസ്സേജസ് സെൻഡ് ചെയ്യുന്ന ആഡ്സ് ആയിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. സോ ഇതിന്റെ ഒരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ വാട്സപ്പ് മെസ്സേജ് ആഡുകൾ ഭയങ്കര കൺവീനിയന്റ് ആണ്. നമ്മൾ എല്ലാ ദിവസവും വാട്സപ്പ് യൂസ് ചെയ്യുന്നതാണ്. സോ നമുക്ക് വാട്സപ്പ് നമ്മളൊരു ആപ്പിൽ ഉപരി നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഫോണിൽ തന്നെ ഒരു ആപ്പ് പോലെയാണ് എപ്പോഴും പലരും കാണുന്നത്. നമുക്ക് ഏകദേശം ഒരു 60 എബോവ് എൻക്വയറീസ് വന്നിരുന്നു, ഏകദേശം ഒരു 900 റുപ്പീസ് സ്പെൻഡ് ചെയ്തപ്പോൾ. ഇതിൽ നിന്നും അവർക്ക് ഏകദേശം ഒരു 7K ഒരു ഓർഡർ, ഹോൾസെയിൽ ഓർഡർ, അതുപോലെ തന്നെ 20K 30K കുറച്ച് ഓർഡറുകളും ഒരു 50K ഓർഡേഴ്സ് ഇങ്ങനെ നമുക്ക് വന്നിരുന്നു.
ഇതുവഴി നമുക്ക് ഏകദേശം ഒരു 2 ലാഖിന്റെ മുകളിൽ അവർക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ അവർക്ക് ഇനി ഹോൾസെയിൽ ആയിട്ട് നമുക്ക് ഓരോ സ്ഥലത്തും അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മെസ്സേജ്, ഒരു കസ്റ്റമർ പറയാണ് നമുക്ക് കൊച്ചിയിൽ ഒന്ന് വന്നിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഡെമോ ചെയ്യണം എന്ന് പറയുമ്പോൾ എൻക്വയറി ഉള്ള കസ്റ്റമേഴ്സിന്റെ അടുത്ത് അല്ലെങ്കിൽ ഷോപ്പ് ഓണേഴ്സിന്റെ അടുത്ത് മാത്രം പോയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ നമ്മളിത് വഴി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയത്. അപ്പൊ ഞാൻ പറയുന്നത് ബൂസ്റ്റ് പോസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലപ്പോഴും റിസൾട്ട്സ് കിട്ടില്ല. നിങ്ങൾ മെറ്റ ആഡ്സ് തന്നെ ചൂസ് ചെയ്യുക. കാരണം അവിടെ നിങ്ങൾക്ക് എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്ന റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ മെറ്റ ആഡ്സിൽ ഒബ്ജക്റ്റീവ്സ് വെച്ച് ലൊക്കേഷനോ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസോ ഒക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ക്യാമ്പയിൻസ് റൺ ചെയ്യാം. അപ്പൊ നമുക്ക് കൂടുതൽ റിസൾട്ട്സ് കിട്ടും, നമ്മുടെ എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നത് കുറക്കാനും പറ്റും. ഓക്കെ, താങ്ക് യു. സബ്സ്ക്രൈബ് ഫോർ more digital marketing and social media marketing tips. Okay, thank you.